ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ ഭംഗിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. നമുക്കിതിന് ഒരുപാട് അക്സസറീസോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിൻ റിബൺ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, കുറച്ച് ബീഡ്സും ഉണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വീതി ഉണ്ടായിരുന്ന 2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ്. അതിനെ 2 പാർട്സായിട്ട് കട്ട് ചെയ്തു. ഒന്നിലത്തെ ആ ഒരു സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് നീളം കുറച്ച് ലെങ്തിന് കട്ട് ചെയ്തെടുത്തു. ഒരു 40-45 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അടുത്ത ആ കട്ട് ചെയ്തതിൻ്റെ വീതിയുള്ള പോർഷൻ തന്നെയാണ് അതിൽ ആ പോർഷൻ തന്നെ ഞാനത് 2 സൈഡ് ഉരുക്കി ഞാനത് നമ്മുടെ ഹെയർ ബാൻഡ് ചുറ്റിയെടുക്കാൻ ഉപയോഗിച്ചു. എന്നിട്ട് ഈ വീതി കുറഞ്ഞ പോർഷൻ ഞാൻ ഇതുപോലെ സൈഡ് കണ്ടില്ലേ, അതിൻ്റെ ഒരു പോർഷൻ ഒന്ന് ഉരുക്കിയെടുത്ത് ജസ്റ്റ് എനിക്ക് ആ ബീഡ്സ് ഒന്ന് കോർത്തെടുക്കണം. ഇതിനൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ജസ്റ്റ് ലൈറ്റർ കൊണ്ട് ഒന്ന് ഉരുക്കുന്ന, ലൈറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. അത് ഇതുപോലെ ഒന്ന് ഉരുക്കി കംപ്ലീറ്റ് അത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഞാൻ അത് കംപ്ലീറ്റ്, കാരണം അത് ഒത്തിരി സമയം എടുക്കും കാണിക്കാൻ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുക്കി അത് കംപ്ലീറ്റ്. അപ്പം ആ സൈഡിൽ നിന്ന് നമ്മുടെ സാറ്റിൻ റിബൺ ആകുമ്പോൾ നമ്മുടെ ആ ഒരു നൂലില്ലേ അതിങ്ങനെ ഇളകി വരും, അത് വരാതിരിക്കാനാണ്. അപ്പോൾ എഡ്ജൊന്ന് ഞാനൊന്ന് ഷാർപ്പാക്കിയതിന് ശേഷം ഒന്ന് ലൈറ്റർ കൊണ്ടൊന്ന് ഉരുക്കിയിട്ട് നമ്മുടെ ബീഡ്സ് ഒന്ന് കോർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബീഡ്സിനകത്തൂടെ ചെറിയൊരു ഹോളല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. അത് അങ്ങനെ നമ്മൾ ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഷാർപ്പാക്കിയതിന് ശേഷം ഒന്ന് ഉരുക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ബീഡ്സ് കോർത്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നോക്കിയേ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് കോർത്തെടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് ആദ്യമേ കൂടുതലായാലും ബീഡ്സ് കുഴപ്പമില്ല. ഞാൻ ഇതുപോലെ ആവശ്യത്തിനുള്ളതെല്ലാം ഇങ്ങനെ കോർത്തെടുത്തു. നോക്കിയേ, അപ്പോൾ അതിനങ്ങ് മാറ്റി വയ്ക്കുന്നു. ഇതൊരു ഹെയർ ബാൻഡ് കേട്ടോ. നമ്മുടെ പഴയ ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് മതി, പഴയതായാലും മതി. കാരണം പിള്ളേർക്ക് സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന ഹെയർ ബാൻഡുകൾ പഴയത് കാണുമല്ലോ, അത് മതി. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ B7000 ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്ന് കവർ ചെയ്തെടുക്കുക. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കുന്ന അതിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ആ സൈഡ് പോർഷൻ നമ്മൾ ഓരോ റൗണ്ടും ചുറ്റുന്ന ഭാഗത്തേക്ക് ഉപയോഗിക്കുക. ഓക്കെ, ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചുറ്റി എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു വിത്ത് മെയിൻ്റെനൻസ് ചെയ്ത് നമ്മളൊരു ലെങ്ത്, നമ്മൾ എത്ര ഒരു ഗ്യാപ്പിട്ടാണ് ചെയ്യുന്നത് അതനുസരിച്ചൊന്ന് കംപ്ലീറ്റ് ആ ഒരു വിത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഹെയർ ബാൻഡ് അതിൻ്റെ എഡ്ജ് പോർഷൻ ആ സെൻറ്റർ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ വീതി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചുറ്റിയെടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ചുരുക്ക് മേളിൽ വീഴാൻ ചാൻസ് ഉണ്ട്. ആ ചുരുക്കൊന്നും വരാതെ നമ്മൾ ആ സൈഡ് നന്നായി ടൈറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം അത് ചുറ്റിയെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ചുറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചുളുക്ക് വരും മേളിൽ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഫിനിഷിങ്ങോടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമാണ് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ എഡ്ജ് എന്ത് ചെയ്യുക, അവസാനം ഒന്ന് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് അങ്ങ് ഉരുക്കുക. കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഉരുക്കി അവിടെ പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന്, ഞാൻ ഉരുക്കിയൊന്നുമില്ല, ഞാൻ അവസാനം എൻഡ് ടേപ്പ് കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ അങ്ങനെ ചെയ്തില്ല. ജസ്റ്റ് ഇതുപോലെ വളരെ സിമ്പിളാണ്. നമുക്കിതൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള അക്സസറീസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഹെയർ ബാൻഡിൻ്റെ ഒന്നും പുതുതായിട്ട് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം ഒന്നുമില്ല. അപ്പോൾ ഈ 2 എഡ്ജിലും ഞാൻ നമ്മുടെ എൻഡ് ടേപ്പ് കൊടുക്കുന്നുണ്ട്. എൻഡ് ടേപ്പ് കൊടുക്കുമ്പോൾ അതിനൊരു വൃത്തിയും ഫിനിഷിങ്ങും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ്. നോക്കിയേ, ആ എൻഡ് ടേപ്പ് നമുക്ക് സെല്ലോ ടൈപ്പ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ പുറകിൽ ഇതുപോലെ എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇളക്കുക, നമ്മൾ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് മീറ്റർ കണക്കിന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത്. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്തിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. അതൊരു നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. നമ്മൾ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഷാർപ്നെസ്സോ എന്തെങ്കിലും ആ ഹെയർ ബാൻഡിലുണ്ടെങ്കിൽ അതൊന്നും തട്ടാതെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും അങ്ങ്. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൂ ഗൺ തന്നെ അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഫുൾ ഈ നമ്മുടെ ആ ഒരു സൈഡിൽ നിന്ന് കുറച്ച് മേളിലോട്ടായിട്ട്. എന്നിട്ട് ഈ ബീഡ്സ് ഓരോന്നായിട്ട് ജസ്റ്റ് സെൻറ്ററിലേക്ക് വെക്കുക. എന്നിട്ട് ചുറ്റിയെടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ചുറ്റുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഇത് ചുരുങ്ങിപ്പോവും കേട്ടോ. ചുരുക്ക് വീഴും. ചുരുക്കൊന്നും വീഴാതെ കറക്റ്റായിട്ട് അതൊന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. സെൻറ്ററിൽ നമ്മൾ ഒന്ന് വയ്ക്കുക. ആദ്യം ഒന്ന് വയ്ക്കുമ്പോൾ അടുത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗ്യാപ്പിൽ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരാതെ നമുക്ക് ഇത് ചെയ്യും. പിന്നെ ഗ്യാപ്പ് കൂടുതൽ വരാതെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ
ആ സെൻറ്ററിൽ നമ്മൾ ഇപ്പോൾ ഇച്ചിരി വീതിയുള്ള ഒരു എന്താ പറയുക ഒരു ഒന്നിലേക്ക് നമ്മൾ ഒരു വീതിയുള്ള ഒരു സാറ്റിൻ റിബണിലേക്ക് നമ്മളൊരു ബീഡിട്ട് കഴിഞ്ഞാൽ സെൻറ്റർ ഒന്ന് ചുരുങ്ങിയിരിക്കും. അപ്പോൾ ആ ഒരു ഇതില്ലേ അതൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ നല്ലൊരു ഭംഗിക്ക് നിൽക്കും കേട്ടോ. ഒരു എന്താ പറയുക ആ ബീഡ്സ് ഇടുന്ന ഭാഗം ചുരുങ്ങി മറ്റുള്ളതൊന്ന് നിവർന്നു ഇരിക്കും ആ പോർഷൻ. നോക്കി അത് നിങ്ങൾക്ക് ആ ഹെയർ ബാൻഡ് ഞാൻ കാണിക്കുമ്പോൾ സൂം ചെയ്ത് ആ ഫോട്ടോ കാണിക്കുന്നില്ലേ അതിൽ നോക്കിയാൽ അറിയാം. സെൻറ്ററിൽ ആ ഒരു എന്താ പറയുക ഒരു ഡിസൈൻ പോലെ ആ ഡിസൈൻ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അതെല്ലാം ഈക്വലായിട്ട് വരാൻ ശ്രദ്ധിക്കുക നമ്മൾ. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്ന്. ഇത് വേറെ ഒന്നുമില്ല. ഇനി ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം ഇങ്ങനെ ചുറ്റി ചെയ്യുക, അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. പിന്നെ ഒരേ ഒരു കാര്യം, ഇത് ചുറ്റുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സാറ്റിൻ റിബൺ ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ അത് എന്താ പറയുക ചുരുണ്ടു പോകും. ആ ചുരുളുന്നത് നമ്മൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ അതിനെ നിവർത്തി ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിന് നീളം ഉണ്ടല്ലോ, കാരണം ഇത്രയും ചുറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് നീളം ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഗ്യാപ്പ് വരാതെ അടുപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്യാൻ കേട്ടോ. വൈറ്റ് പേൾ എല്ലാത്തിനും ചേരും. വൈറ്റ് പേൾ ഉണ്ടെങ്കിൽ അത് മതി നമുക്ക് ഏത് കളർ സാറ്റിൻ റിബണിലും കൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പമാണ്. നോക്കിയാൽ വളരെ സിമ്പിളല്ലേ. പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ, കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതിന് ചെറിയ റിബണും വലിയ റിബണിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വലിയ റിബൺ ഉണ്ടെങ്കിൽ അതിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ റിബൺ ഉണ്ടെങ്കിൽ അത് മതി. അതിന് നമ്മൾ കൂടുതൽ ചുറ്റി ഒട്ടിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതായാലും മതി. നോക്കി എന്നിട്ട് നമ്മൾ നിർത്താൻ സമയത്തിന് 2 സൈഡും അത് നമ്മളൊന്ന് കറക്റ്റ് ശ്രദ്ധിക്കണം. 2 സൈഡ് ഈക്വലാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ഈക്വലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അത് രണ്ടും ഒന്ന് നമ്മളുടെ ഇതുപോലെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ ബാലൻസ് ബീഡ്സിന് അങ്ങ് മാറ്റുക. എന്നിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതിന് കാരണം കൂടുതൽ അക്സസറീസും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഈ കാണുന്നതിനെക്കാളും നല്ല ഭംഗിയാണ്. ഞാനിവിടെ ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ ബീഡ്സാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡിസൈൻ സെൻറ്ററിൽ നമ്മൾ ആ ബീഡ്സ് കോർക്കുമ്പോൾ വരുന്നത്. ഇതുപോലെ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.